വെൽക്കം മൈ ഡിയർ സ്റ്റുഡൻസ്. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് അക്കൗണ്ടിംഗ് ഫോർ പാർട്ണർഷിപ്പ്, ക്യാപിറ്റൽ അക്കൗണ്ട്സ്. പാർട്ണർഷിപ്പ് അക്കൗണ്ട്സിൽ ക്യാപിറ്റൽ അക്കൗണ്ട്സ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, ഏതൊക്കെ രീതിയിൽ പ്രിപ്പയർ ചെയ്യാം, അത്തരം കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ബിഫോർ ലേണിംഗ് ദി ക്യാപിറ്റൽ അക്കൗണ്ട്സ്, ലെറ്റ് us see special aspects of partnership accounts. പാർട്ണർഷിപ്പ് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യൽ ആസ്പെക്ട്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ്, മെയിൻ്റനൻസ് ഓഫ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. നമ്മളിവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഏതൊക്കെ രീതിയിൽ തയ്യാറാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ രണ്ടാമത് വരുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എമംഗ് ദി പാർട്ട്നേഴ്സ്. ഇതേ ചാപ്റ്ററിൽ തന്നെ നമുക്ക് ലാഭം കിട്ടിക്കഴിഞ്ഞാൽ ആ ലാഭം ഏതൊക്കെ തരത്തിലാണ്, ഏതൊക്കെ വിധത്തിലാണ് പാർട്ട്നേഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, ഡിവൈഡ് ചെയ്യേണ്ടത്. പിന്നെ വരുന്നത് അഡ്ജസ്റ്റ്മെന്റ് ഫോർ റോങ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ഇൻ ദി പാസ്റ്റ്. അതും ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ പഠിക്കാനുള്ളതാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ലാഭം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത്, പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ നമുക്ക് എങ്ങനെ ഈ വർഷം കറക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് അടുത്തത്. ഈ മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കണം. പിന്നെ വരുന്നത് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി പാർട്ണർഷിപ്പ് ഫേം. റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി പാർട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് വരുന്നത് അഡ്മിഷൻ ഓഫ് എ പാർട്ണർ, റിട്ടയർമെന്റ് ഓഫ് എ പാർട്ണർ, ഡെത്ത് ഓഫ് എ പാർട്ണർ. ഇപ്പൊ പാർട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ചാപ്റ്റർ ആണ് അഡ്മിഷൻ ഓഫ് എ പാർട്ണർ. ഒരു പുതിയ ആള് ബിസിനസ്സിലേക്ക് പാർട്ണറായിട്ട് അഡ്മിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, അതിനെ കുറിച്ചിട്ടാണ് ഒരു ചാപ്റ്റർ മുഴുവനും പറയുന്നത്. പിന്നെ അടുത്ത ചാപ്റ്റർ വരുന്നത് റിട്ടയർമെന്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ണർ. ഏതെങ്കിലും ഒരു പാർട്ണർ ബിസിനസ് മതിയാക്കി പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ണർ മരണപ്പെടുന്ന സമയത്ത് അക്കൗണ്ട്സിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, അത്തരം കാര്യങ്ങളാണ് അടുത്ത ചാപ്റ്ററിൽ പറയുന്നത്. ഈ പാർട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട അവസാനത്തെ ചാപ്റ്ററാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം. ഒരു പാർട്ണർഷിപ്പ് ഫേം പിരിച്ചുവിടുന്ന സമയത്ത് എങ്ങനെയാണ് അക്കൗണ്ട്സ് തയ്യാറാക്കേണ്ടത്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്. Yes, now we can see maintenance of capital accounts of partners. There are two methods by which the capital accounts of partners can be maintained. രണ്ട് മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് തയ്യാറാക്കാം. They are fixed capital method and fluctuating capital method. ഇപ്പോൾ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ രണ്ട് മെത്തേഡുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്, രണ്ടാമത്തത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. നമുക്ക് നോക്കാം ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട്സ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. അണ്ടർ ദി ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ദി ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് ദി പാർട്ണർ ഷാൽ റിമെയിൻ ഫിക്സഡ് unless additional capital is introduced or part of the capital is withdrawn as per the agreement among the partners. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ക്യാപിറ്റലിന്റെ ഓപ്പണിംഗ് ബാലൻസ്, എക്സ്ട്രാ ക്യാപിറ്റൽ, അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അത്, ഡ്രോയിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ, ക്യാപിറ്റലിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്ത് കൊണ്ടുപോകുന്നു എന്ന് പ്രത്യേകം പറയുകയാണെങ്കിൽ മാത്രം അത്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരൂ. ഇപ്പൊ ഏതെങ്കിലും വർഷങ്ങളിൽ അഡീഷണൽ ക്യാപിറ്റലോ ഡ്രോയിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റലോ ഇല്ല എങ്കിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നെയായിരിക്കും ക്ലോസിംഗ് ക്യാപിറ്റൽ ആയിട്ട് വരിക. അതുകൊണ്ടാണ് ഇതിനെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. അണ്ടർ ദിസ് മെത്തേഡ് ടു അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻഡ് ഫോർ ഈച്ച് പാർട്ണർ, ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് കറണ്ട് അക്കൗണ്ട്. അപ്പൊ ഇതിൽ രണ്ട് അക്കൗണ്ട്സ് ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ട്, രണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഭാഗമായ കറണ്ട് അക്കൗണ്ട്. ഇപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും തയ്യാറാക്കണം. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ, അഡീഷണൽ ക്യാപിറ്റൽ, ഡ്രോയിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ, പിന്നെ ക്ലോസിംഗ് ബാലൻസ്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരൂ. ബാക്കിയുള്ള എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും, ക്യാപിറ്റലായിട്ട് ബന്ധപ്പെട്ട എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്ന പ്രത്യേക അക്കൗണ്ടിലാണ് നമ്മൾ കാണിക്കേണ്ടത്. All items like share of profit or loss, interest on capital, interest on drawings, etc. are recorded in a separate account called partner's current account. Share of profit ആയാലും share of loss ആയി കഴിഞ്ഞാലും interest on capital, interest on drawings, അതുപോലുള്ള എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും നമ്മൾ കാണിക്കേണ്ടത് കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ മറ്റൊരു അക്കൗണ്ടാണ്. അതും ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഭാഗം തന്നെയാണ്.
ദി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വിൽ ഓൾവേസ് ഷോ എ ക്രെഡിറ്റ് ബാലൻസ്. പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ സാധാരണ ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടാവും ഈ മെത്തേഡിൽ. വിച്ച് ഷാൽ റിമെയിൻ സെയിം ഇയർ ആഫ്റ്റർ ഇയർ അൺലെസ് ദർ ഈസ് എനി അഡീഷൻ ഓർ വിഡ്രോവൽ ഓഫ് ക്യാപിറ്റൽ. നേരത്തെ പറഞ്ഞതുപോലെ അഡീഷണൽ ക്യാപിറ്റലും ഡ്രോയിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റലും ഇല്ല എങ്കിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നെയായിരിക്കും ക്ലോസിംഗ് ക്യാപിറ്റൽ. അത് ഫിക്സഡ് ആയിരിക്കും. ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുന്നത് തന്നെ. ദി പാർട്ട്നേഴ്സ് കറന്റ് അക്കൗണ്ട് ഓൺ ദി അതർ ഹാൻഡ് മേ ഷോ എ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ബാലൻസ്. കറന്റ് അക്കൗണ്ട് ബാലൻസ് എന്ന് പറയുന്നത് ദാറ്റ് മേ ബി ഡെബിറ്റ് ബാലൻസ് ഓർ ക്രെഡിറ്റ് ബാലൻസ്. ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് എന്ന് പറയുന്നത് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. പക്ഷെ കറന്റ് അക്കൗണ്ട് ബാലൻസ് എന്ന് പറയുന്നത് ഡെബിറ്റോ ക്രെഡിറ്റോ വരാം. കാരണം എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും അതിൻ്റെ അകത്ത് ചേർക്കുന്നുണ്ട്. ഫോർമാറ്റ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതിന്റെ ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് ബാങ്ക്, ദാറ്റ് ഈസ് ഡ്രോയിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ ആണ്. സാധാരണ ഡ്രോയിങ്സ് അല്ല, ക്യാപിറ്റലിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് പൈസ എടുത്തുകൊണ്ട് പോകുന്നെന്ന് പറയുകയാണെങ്കിൽ മാത്രമേ അത് അവിടെ വരികയുള്ളൂ. സാധാരണ ഡ്രോയിങ്സ് ഇവിടെ വരില്ല. പിന്നെ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ. ക്രെഡിറ്റ് സൈഡിൽ വരുന്നത് ഓപ്പണിംഗ് ബാലൻസ്, അഡീഷണൽ ക്യാപിറ്റൽ. ഇപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ വരുന്നത് ഓപ്പണിംഗ് ബാലൻസ്, അഡീഷണൽ ക്യാപിറ്റൽ. ഡെബിറ്റ് സൈഡിൽ വരുന്നത് ഡ്രോയിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റലും ക്ലോസിംഗ് ബാലൻസ്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരികയുള്ളൂ. ഇപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ട് അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ വരക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രം വരച്ചാൽ പോരാ, അതിന്റെ തന്നെ ഭാഗമായ കറണ്ട് അക്കൗണ്ട് കൂടി തയ്യാറാക്കണം. അപ്പൊ കറണ്ട് അക്കൗണ്ട് ഫോർമാറ്റ് നമുക്ക് നോക്കാം. ഇതാണ് കറണ്ട് അക്കൗണ്ട് ഫോർമാറ്റ്. അതിൽ ആദ്യം കാണിക്കുന്നത് കറണ്ട് അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസ് ആണ്. നേരത്തെ പറഞ്ഞു കറണ്ട് അക്കൗണ്ട് ബാലൻസ് എന്ന് പറയുന്നത് ദാറ്റ് മേ ബി ഡെബിറ്റ് ബാലൻസ് ഓർ ക്രെഡിറ്റ് ബാലൻസ്. അപ്പോൾ കറണ്ട് അക്കൗണ്ട് വരക്കുമ്പോൾ ഡെബിറ്റ് ബാലൻസ് ആണെന്ന് പറയുകയാണെങ്കിൽ കറണ്ട് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോഡ് ഓൺ എന്നിട്ട് കാണിക്കും. ക്രെഡിറ്റ് ബാലൻസ് ആണ് തന്നതെങ്കിൽ ബാലൻസ് ബ്രോഡ് ഓൺ എന്നിട്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. ചിലപ്പോൾ ഒരു പാർട്ണറുടെ ഡെബിറ്റ് ആയിരിക്കാം, വേറൊരു പാർട്ണറുടെ ക്രെഡിറ്റ് ആയിരിക്കും. അപ്പോൾ ആരുടെയൊക്കെയാണോ ഡെബിറ്റ് തന്നിരിക്കുന്നത് അത് ഡെബിറ്റിൽ കാണിക്കുക, ക്രെഡിറ്റിൽ തന്നിരിക്കുന്നവരുടെ ക്രെഡിറ്റിൽ കാണിക്കുക. പിന്നെ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ്, ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഷെയർ ഓഫ് പ്രോഫിറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അത് ഏതാണ് അക്കൗണ്ട് എന്ന് നമുക്ക് പിന്നീട് പഠിക്കാം. ഷെയർ ഓഫ് പ്രോഫിറ്റ് ആണ്. പിന്നെ ക്ലോസിംഗ് ബാലൻസ് വരുന്നുണ്ടെങ്കിൽ അതുകൂടി വരും. ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിൽ ഉണ്ടെങ്കിൽ അത് വരും. ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഷെയർ ഓഫ് ലോസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത് ഷെയർ ഓഫ് ലോസ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ വരും. പിന്നെ ക്ലോസിംഗ് ബാലൻസ് വരുന്നുണ്ടെങ്കിൽ അതും ഉണ്ടാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡിൽ വരുന്നത്. അപ്പോൾ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത് എല്ലാ ചാപ്റ്ററിലും വരുന്നതാണ്. ഇനി അങ്ങോട്ട് എല്ലാം പ്രിപ്പയർ ചെയ്യേണ്ടതാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും വരേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കും. അടുത്തത് ഫസ്റ്റ് ഇല്ലുസ്ട്രേഷൻ. Anil and Sunil entered into a partnership contributing 50,000 and 30,000 respectively. They decided to share profits equally. Anil was entitled to a salary of 5,000 per annum. Interest on capital was to be provided at the rate of 6% per annum. The drawings of Anil and Sunil for the year were 6,000 and 5,000 respectively. Interest on drawings were 300 and 200 respectively. During the year, the firm earned a profit of 20,000 after all the above adjustments. Prepare capital accounts of partners under fixed capital method. അപ്പോൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ നമ്മൾ രണ്ട് അക്കൗണ്ടുകൾ തയ്യാറാക്കണം, ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും. ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്നത് ഓപ്പണിംഗ് ക്യാപിറ്റൽ, അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അത്, ഡ്രോയിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അത്, ക്ലോസിംഗ് ബാലൻസ്. ഇനി നമുക്ക് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കാം. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുന്ന സമയത്ത് രണ്ട് പാർട്ട്നേഴ്സാണ് നമുക്കിപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും രണ്ട് എമൗണ്ട് കോളം വീതം പ്രൊവൈഡ് ചെയ്യാം. ഒന്ന് അനിൽ എന്ന് പറയുന്ന പാർട്ട്ണർക്കും രണ്ടാമത്തേത് സുനിൽ എന്ന് പറയുന്ന പാർട്ട്ണർക്കും. അതിനുശേഷം ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് പ്രകാരം ഓരോ ഐറ്റവും അതിലേക്ക് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. അനിൽ ആൻഡ് സുനിൽ എൻറ്റേർഡ് ഇൻ ടു എ പാർട്ട്ണർഷിപ്പ് കോൺട്രിബ്യൂട്ടിംഗ് 50,000 and 30,000 റെസ്പെക്റ്റീവ്ലി. ഇതൊരു പുതിയ ബിസിനസ്സാണ്. അതുകൊണ്ട് തന്നെ പുതുതായിട്ട് ബിസിനസ്സിലേക്ക് പൈസ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ
ക്രെഡിറ്റ് സൈഡിൽ ബൈ ക്യാഷ് അല്ലെങ്കിൽ ബൈ ബാങ്ക് എന്ന് പറഞ്ഞ് 50,000 30,000 രൂപ കാണിക്കും. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഓപ്പണിംഗ് ക്യാപിറ്റലും അതുപോലെ തന്നെ അഡീഷണൽ ക്യാപിറ്റലും ഡ്രോയിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റലും മാത്രമേ വരികയുള്ളൂ. ഇവിടെ അഡീഷണൽ ക്യാപിറ്റലോ ഡ്രോയിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റലോ ഇല്ലാത്തത് കൊണ്ട് തന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് ടോട്ടൽ ചെയ്യാം, ബാലൻസ് ചെയ്യാം. ക്യാപിറ്റൽ അക്കൗണ്ട് ടോട്ടൽ ചെയ്യുമ്പോൾ അനിലിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ടോട്ടൽ 50,000 വരുന്നുണ്ട്, അത് തന്നെ ബാലൻസ് ക്യാരി ഡൗൺ ആയിട്ടും വരും. സുനിലിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ടോട്ടൽ 30,000 രൂപ കിട്ടി, അത് തന്നെ ബാലൻസ് ക്യാരി ഡൗൺ ആയിട്ട് വരും 30,000. അതിനുശേഷം ടോട്ടലിന് ശേഷം ഓപ്പോസിറ്റ് സൈഡിലേക്ക് ബാലൻസ് ബ്രോ ഡൗൺ ചെയ്യുക 50,000 30,000. ക്യാപിറ്റൽ അക്കൗണ്ട് കംപ്ലീറ്റ് ആയി. അടുത്തത് നമുക്ക് കറണ്ട് അക്കൗണ്ട് വരാം. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ 2 എമൗണ്ട് കോളം വീതം പ്രൊവൈഡ് ചെയ്യാം, അനിലിനും സുനിലിനുമായിട്ട് ഓരോന്ന് വീതം. അപ്പോൾ ആദ്യം തന്നെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനാണ്, അത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതി കഴിഞ്ഞു. ദേ ഡിസൈഡ് ടു ഷെയർ പ്രോഫിറ്റ്സ് ഈക്വലി. അനിൽ വാസ് എൻറ്റൈറ്റിൽഡ് ടു എ സാലറി ഓഫ് 5,000 പെർ ആനം. അനിലിന് 5,000 രൂപയാണ് ഒരു വർഷം സാലറി പറയുന്നത്. അപ്പോൾ സാലറി എന്ന് പറയുന്നത് കറണ്ട് അക്കൗണ്ടിൽ ഏത് സൈഡിലായിരുന്നു വരുന്നത്? യെസ്, സാലറി എന്ന് പറയുന്നത് കറണ്ട് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് വരേണ്ടത്. അതുകൊണ്ട് തന്നെ കറണ്ട് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ സാലറി എന്ന് പറഞ്ഞ് അനിലിൻ്റെ കോളത്തിൽ 5,000 രൂപ കാണിക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ കറണ്ട് അക്കൗണ്ടിന് ഓപ്പണിംഗ് ബാലൻസ് ഇല്ല. ഇതൊരു പുതിയ ബിസിനസ് ആയതുകൊണ്ട് തന്നെ കറണ്ട് അക്കൗണ്ടിന് ഓപ്പണിംഗ് ബാലൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഓപ്പണിംഗ് ബാലൻസ് എഴുതാതിരുന്നത്. അപ്പോൾ ആദ്യത്തെ ഐറ്റായിട്ട് എഴുതുന്നത് സാലറി 5,000 ക്രെഡിറ്റ് സൈഡിൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വാസ് ടു ബി പ്രൊവൈഡഡ് അറ്റ് ദി റേറ്റ് ഓഫ് 6% പെർ ആനം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 6%. അപ്പോൾ അനിലിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 50,000 ആണ്. 50,000 6% എന്ന് പറയുമ്പോൾ 3,000 റുപ്പീസാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായിട്ട് വരുന്നത്. അതുപോലെ സുനിലിൻ്റെ ക്യാപിറ്റൽ 30,000. 30,000 to 6%, 1,800 റുപ്പീസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായിട്ട് വരും. ഇനി അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഏത് സൈഡിലാണ് കാണിക്കുക? ഏത് സൈഡിലായിരിക്കും? ദാറ്റ് ഈസ് ക്രെഡിറ്റ് സൈഡ്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് എഴുതുക. അനിലിൻ്റെത് 3,000, സുനിലിൻ്റെത് 1,800. അടുത്തത് ദി ഡ്രോയിങ്സ് ഓഫ് അനിൽ ആൻഡ് സുനിൽ ഫോർ ദി ഇയർ വേർ 6,000 and 5,000 റെസ്പെക്റ്റീവ്ലി. അനിലിൻ്റെയും സുനിലിൻ്റെയും ഡ്രോയിങ്സ് എന്ന് പറയുന്നത് 6,000 5,000 രൂപയാണ്. അപ്പോൾ അത് കറണ്ട് അക്കൗണ്ടിൽ ഡ്രോയിങ്സ് ഏത് സൈഡിലായിരുന്നു പറഞ്ഞത്? ഡെബിറ്റ് സൈഡ്. ഇപ്പോൾ ഡെബിറ്റ് സൈഡിൽ ഡ്രോയിങ്സ് എന്ന് എഴുതുക. അനിലിൻ്റെ കറണ്ട് അക്കൗണ്ടിൽ 6,000, സുനിലിൻ്റെ 5,000. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വേർ 300 and 200 റെസ്പെക്റ്റീവ്ലി. ഇപ്പോൾ ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ഡെബിറ്റ് സൈഡാണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ഡെബിറ്റ് സൈഡിൽ എഴുതുക. എമൗണ്ട് 300 200. ഡ്യൂറിംഗ് ദി ഇയർ ദി ഫേം ഏൺഡ് എ പ്രോഫിറ്റ് ഓഫ് 20,000 ആഫ്റ്റർ ഓൾ ദി അബവ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ബിസിനസ് ഈ വർഷം 20,000 രൂപയാണ് ലാഭം നേടിയത്. ആ 20,000 രൂപ 2 പാർട്ട്നേഴ്സിനായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. Their profit sharing ratio is equal, that is 1:1, half and half. So 20,000 റുപ്പീസിൻ്റെ 1/2, that is half എന്ന് പറയുന്നത് 10,000 അനിലിനും 10,000 സുനിലിനും പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കറണ്ട് അക്കൗണ്ടിൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. കറണ്ട് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അല്ലെങ്കിൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് 10,000 10,000 കാണിക്കും. ഇത്രയാകുമ്പോൾ കറണ്ട് അക്കൗണ്ടിൽ എല്ലാ ഐറ്റവും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി കറണ്ട് അക്കൗണ്ട് ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ആദ്യം അനിലിൻ്റെ കറണ്ട് അക്കൗണ്ട് നമുക്ക് ടോട്ടൽ ചെയ്യാം. അപ്പോൾ അത് 18,000 റുപ്പീസ് ടോട്ടൽ കിട്ടി. അതിൽ ബാലൻസ് ആയിട്ട് വരുന്നത് 11,700. അതിനുശേഷം സുനിലിൻ്റെ കോളം നമുക്ക് ടോട്ടൽ ചെയ്യാം. ടോട്ടൽ വരുന്നത് 11,800. ബാലൻസ് ആയിട്ട് വരുന്നത് 6,600. ബാലൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി ബാലൻസ് ബ്രോ ഡൗൺ ചെയ്യാം. ടോട്ടലിന് ശേഷം ഓപ്പോസിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോ ഡൗൺ ചെയ്യാം. 11,700 6,600. നെക്സ്റ്റ് ഇല്ലുസ്ട്രേഷൻ നമ്പർ 2. പ്രിപ്പയർ ക്യാപിറ്റൽ ആൻഡ് കറണ്ട് അക്കൗണ്ട്സ് ഓഫ് പാർട്ട്നേഴ്സ് ഫ്രം ദി ഫോളോയിങ് ഡീറ്റെയിൽസ്. 2 പാർട്ട്നേഴ്സാണുള്ളത്, അർജുൻ ആൻഡ് വിപിൻ.
Capital as on 1st January 2019 50,000 and 40,000. അത് ഓപ്പണിംഗ് ക്യാപിറ്റലാണ്, പഴയ ബിസിനസ്സാണ്, ബാലൻസ് ആണ് 50,000 and 30,000. കറണ്ട് അക്കൗണ്ട് ആസ് ഓൺ 1st January 2019 കറണ്ട് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ് 2,500. ക്രെഡിറ്റ് ബാലൻസ് ആണ് അർജുൻ്റെ കറണ്ട് അക്കൗണ്ട് ബാലൻസ്. വിപിൻ്റെ കറണ്ട് അക്കൗണ്ട് ബാലൻസ് 1,600 ഡെബിറ്റ് ആണ്. ഡ്രോയിങ്സ് 5,000 2,000. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 10%. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 500 300. ഷെയർ ഓഫ് പ്രോഫിറ്റ് 10,000 8,000. സാലറി ഫോർ ദി ഇയർ അർജുന് സാലറി ഇല്ല, വിപിൻ്റെത് 2,500. ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നേരത്തെ ചെയ്തതുപോലെ 2 പാർട്ട്നേഴ്സാണുള്ളത്. ആദ്യം ക്യാപിറ്റൽ അക്കൗണ്ട് വരാം. ക്യാപിറ്റൽ അക്കൗണ്ടിൽ എമൗണ്ട് 2 കോളം വീതം പ്രൊവൈഡ് ചെയ്യുക. ഫസ്റ്റ് കോളം ആദ്യത്തെ പാർട്ട്ണറായ അർജുനും നെക്സ്റ്റ് വിപിൻ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും രേഖപ്പെടുത്തും. ഇപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ നേരത്തെ പഠിച്ചു ആകെ വരുന്നത് ഓപ്പണിംഗ് ക്യാപിറ്റൽ, അഡീഷണൽ ക്യാപിറ്റൽ, ഡ്രോയിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ. ഇവിടെ അഡീഷണൽ ക്യാപിറ്റലും ഡ്രോയിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റലും തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓപ്പണിംഗ് ക്യാപിറ്റൽ മാത്രമേ വരൂ. ഓപ്പണിംഗ് ക്യാപിറ്റൽ 50,000 and 40,000. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ ഓപ്പണിംഗ് ബാലൻസ് ആദ്യം കാണിക്കുക. ബാലൻസ് ബ്രോഡ് ഡൗൺ 50,000 and 40,000. അതിനുശേഷം ക്യാപിറ്റൽ അക്കൗണ്ട് ടോട്ടൽ ചെയ്യുക. അർജുൻ്റെത് ടോട്ടൽ ചെയ്യുമ്പോൾ 50,000 ടോട്ടൽ കിട്ടും. അത് തന്നെ ഡെബിറ്റ് സൈഡിൽ എഴുതുക. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ ബാലൻസ് ആയിട്ട് വരുന്നത് 50,000. അതിനുശേഷം വിപിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് 40,000 ടോട്ടൽ, അതിൻ്റെ ബാലൻസ് 40,000 തന്നെ. അതിനുശേഷം ടോട്ടലിന് ശേഷം ഓപ്പോസിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോഡ് ഡൗൺ ചെയ്യുക 50,000 40,000. ഇപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് കംപ്ലീറ്റ് ആയി. ഇനി അടുത്തത് കറണ്ട് അക്കൗണ്ടാണ്. നേരത്തെ വരച്ചതുപോലെ തന്നെ കറണ്ട് അക്കൗണ്ട് വരയ്ക്കാൻ വേണ്ടി 2 എമൗണ്ട് കോളം വീതം വരയ്ക്കുക, അർജുനും വിപിനും. ഇനി ഐറ്റംസ് പോസ്റ്റ് ചെയ്യുക. ഫസ്റ്റ് തന്നെ കറണ്ട് അക്കൗണ്ട് ആസ് ഓൺ 1st January 2019 2,500 ക്രെഡിറ്റ് ആണ് അർജുൻ. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞ് അർജുൻ്റെ കോളത്തിൽ 2,500 രേഖപ്പെടുത്തും. അടുത്തത് വിപിൻ്റെത് ഡെബിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഡെബിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞുകൊണ്ട് 1,600 വിപിൻ്റെ കോളത്തിൽ രേഖപ്പെടുത്തും. നെക്സ്റ്റ് ഡ്രോയിങ്സ് ഡ്യൂറിങ് 2019 5,000 2,000. നമുക്കറിയാം ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അതുകൊണ്ട് തന്നെ കറണ്ട് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ഡ്രോയിങ്സ് എന്ന് എഴുതി 5,000 2,000 രേഖപ്പെടുത്തും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കറണ്ട് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് വരിക. അപ്പോൾ കറണ്ട് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 10% ആണ്. 50,000 അർജുൻ്റെ ക്യാപിറ്റലാണ്, അതിൻ്റെ 10% 5,000. വിപിൻ്റെ ക്യാപിറ്റൽ 40,000, അതിൻ്റെ 10% 4,000. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 500 and 300. ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് ആണ്. അതുകൊണ്ട് തന്നെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 500 300. പിന്നെ വരുന്നത് ഷെയർ ഓഫ് പ്രോഫിറ്റ്. പ്രോഫിറ്റിൻ്റെ ഷെയർ എന്ന് പറയുന്നത് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നതാണ്. ലോസ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡാണ്, പ്രോഫിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡാണ്. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ എന്നോ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്നോ എഴുതി കാണിക്കുക. 10,000 and 8,000. പിന്നെ സാലറി ഫോർ ദി ഇയർ. സാലറി അർജുന് സാലറി ഇല്ല, വിപിന് മാത്രമേ ഉള്ളൂ. സാലറി എന്ന് പറയുന്നത് കറണ്ട് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് സൈഡിൽ സാലറി എന്ന് പറഞ്ഞ് വിപിൻ്റെ കറണ്ട് അക്കൗണ്ടിൽ 2,500 കാണിക്കാം. അതിനുശേഷം എല്ലാ ഐറ്റവും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി കറണ്ട് അക്കൗണ്ട് ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. അർജുൻ്റെ കറണ്ട് അക്കൗണ്ടിൻ്റെ ടോട്ടൽ കിട്ടുന്നത് 17,500 ആണ്. അത് തന്നെ ഡെബിറ്റ് സൈഡിൽ എഴുതുക. അതിനുശേഷം ബാലൻസ് ചെയ്യുക. 12,000 റുപ്പീസ് ബാലൻസ് ആയിട്ട് കിട്ടി. വിപിൻ്റെത് ടോട്ടൽ ചെയ്യുമ്പോൾ 14,500 കിട്ടി. അത് തന്നെ ഡെബിറ്റ് സൈഡിലും രേഖപ്പെടുത്തി 10,600 ബാലൻസും കിട്ടി. അതിനുശേഷം ടോട്ടലിന് ശേഷം ഓപ്പോസിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോഡ് ഓൺ ചെയ്യാം 12,000 and 10,600. അടുത്തത് അസൈൻമെൻറ്റുകളാണ്. പ്രാക്ടീസിന് വേണ്ടി തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അത് ക്വസ്റ്റ്യൻസ് ആദ്യം എഴുതിയെടുക്കുക. അതിനുശേഷം കൃത്യമായി മനസ്സിലാക്കിയ ശേഷം അക്കൗണ്ടുകൾ തയ്യാറാക്കുക. അതിനുള്ള ഹിൻസ് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്.
ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാൻ എല്ലാവർക്കും നന്ദി, നമസ്കാരം.